ചിറ്റപ്പ എന്തോ ഈ പറയുന്നേ? അപ്പച്ചി, അപ്പൊ ഞാൻ വാങ്ങി തന്ന 50 പവന്റെ സ്വർണ്ണം ഇവിടെ? കല്യാണത്തിന് ഞാൻ തന്ന ലക്ഷങ്ങളൊക്കെ നിങ്ങൾ എന്തുവാ ചെയ്ത്? കാശിന്റെ കാര്യം പോട്ടെ, ആ 50 പവന്റെ സ്വർണ്ണം എന്തി? അത് പിന്നെ ബാവുക്കുട്ട, ഞാൻ പറയാം. ബാവുക്കുട്ട, ചാരു ഇപ്പൊ പറഞ്ഞതൊക്കെ നീ കേട്ടല്ലോ. അച്ഛന്റെ വക ഒരു തരി പൊന്നു പോലും വേണ്ടെന്ന്. ബാബുക്കുട്ടൻ വാങ്ങിച്ചു കൊടുത്ത സ്വർണ്ണം ഇട്ടോണ്ട് മണ്ഡപത്തിലോട്ട് കേറിയാ പിന്നെ അവള് ജീവിച്ചിരിക്കില്ലാന്ന്. അതെന്റെ കയ്യിൽ ഭദ്രമായിട്ടിരിപ്പുണ്ട്. ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് കണ്ടടം തിരങ്ങാൻ പോയ പെണ്ണ് എല്ലാത്തിനും മുന്നേ വന്ന അമ്മായി വീട്ടിൽ പൊറുകയും തുടങ്ങി. പിന്നെ ഞങ്ങൾ എങ്ങനെ പൊന്നിട്ടിറക്കും? ഇന്ന് ഹൽദി അല്ലേ? നാളെ കഴിഞ്ഞ് കല്യാണം നടക്കുമ്പോ അവളെ അണിയിച്ചെരുക്കാൻ കരുതി വെച്ചത് തന്നെയാ. അല്ലാതെടാ, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ സ്വർണം കൊണ്ടേ ഞങ്ങൾ ഒന്നുമേ ചെയ്തിട്ടില്ല. എന്നാ പിന്നെ നിന്ന് വീമ്പ് പറയാതെ എവിടെയാ 50 പവൻ? അത് പറ ആദ്യം. നീ അത് എടുത്തോണ്ടേ. അമ്മായി, എനിക്ക് അയാളുടെ കാശ് കൊണ്ട് വാങ്ങിയ സ്വർണം വേണ്ട. അത് ഞാൻ മുമ്പേ പറഞ്ഞതുവാ. ആ സ്വർണം ഉണ്ടായിട്ട് വേണ്ട എന്റെ പൊന്നുമോളെ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ ഭർത്താവിനെ വെല്ലുവിളിച്ച് പറഞ്ഞതല്ലേ? അത് കൊണ്ടുവന്ന് കാണിക്കട്ടെ, പിന്നെ നമുക്ക് തീരുമാനിക്കാം ഇടണോ വേണ്ടയോന്നൊക്കെ. എന്തേ നോക്കിക്കൊണ്ടിരിക്കാതെ പോയി എടുത്തോണ്ടോ കുഞ്ഞോളെ. വെറുതെ നാണം കെടുത്താൻ വേണ്ടിട്ട്. ഈ കരയിലും മാത്രമല്ല, ചമ്പക്കരിയിലും കൈനകരിയിലും 2 ഷാപ്പ് ഉൾപ്പെടെ 3 ഷാപ്പുകളുടെ മുതലാളിയായി ഞാൻ. എന്നോടാണോ നിന്റെ കളി? ഇത് 50 പവൻ ഉണ്ടല്ലോ അല്ലേ? ഈ സ്വർണം ചാരുവിന് വേണ്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെന്തിനാ ഹേമേ ഈ സ്വർണം നീ തൂക്കി നോക്കുന്നത്? അത് അവരെ തന്നെ വെച്ചോട്ടെ. എന്റെ മാഷെ ഒന്നും മിണ്ടാതിരിക്കോ? എന്റെ മോനെ കൊണ്ടും ആരുടെ മുന്നിലും തലകുനിക്കാത്ത എന്റെ ഭർത്താവിനെ കൊണ്ടും മാപ്പ് പറയിപ്പിച്ചവരല്ലേ ഇവര്. അതിനുള്ള ഫലം ഇവരെ കൊണ്ട് തന്നെ ചുമപ്പിക്കണം. ഒന്ന് സമാധാനിക്കോ എന്റെ മാഷ്? അതെ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഇത് 50 പവൻ ഉണ്ടോ? ഉണ്ട്. എന്താ തൂക്കി നോക്കണം? വേണേ ഞാൻ ത്രാസൂടെ വരുത്താം. ഇങ്ങനെ കുറെ എച്ചുകള്. ആരാ എച്ചുകളെന്നൊക്കെ ഇപ്പൊ അറിയോ? മോളെ പാറു, ഇങ്ങ് വന്നേ. എന്താ? മോൾ ഇവിടെ തന്നെ വേണം കേട്ടോ. സ്വർണ്ണപ്പണിക്കാരൻ പവിത്രൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പവിത്ര, അയ്യോ ശാന്തപ്പ മോലണി പോവല്ലേ? നിക്ക് 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 പവിത്ര. ചേടാ, ഇവിടെ നിക്കേ. ഈ സ്വർണ്ണമൊക്കെ ഒറിജിനൽ തന്നെയല്ലേ ശാന്തപ്പ മുതലാളി? പവിത്ര, സത്യം പറ. പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. ബാബുക്കുട്ടന്റെ കാശ് കൊടുത്ത് ശാന്തപ്പൻ ജുവലറിന് സ്വർണം വാങ്ങി എന്നുള്ളത് സത്യം തന്നെയാ. പക്ഷേ ആ സ്വർണം തന്നെയാണ് ഇതെന്നുള്ളത് പവിത്രം പറയണം. ഇയാള് പറയില്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. ശാന്തപ്പൻ വാങ്ങിയ സ്വർണം ഈ പവിത്രനെ കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിച്ചു. ഇനി ഒറിജിനൽ സ്വർണം ശാന്തപ്പൻ എന്ത് ചെയ്തു എന്നുള്ളത് പാറു പറയും. പറഞ്ഞു കൊടുക്കുമോളെ. ഞാനിന്ന് ചാരുന്റെ വീട്ടിലുള്ള സമയം ഈ സ്വർണം ചാരുന്റെ അച്ഛനടുത്ത് ഒളിപ്പിച്ചു വെക്കുന്നത്
ഞാൻ കണ്ടു. ഞാനത് ചാരുനോട് പിന്നീട് പറയുകയും ചെയ്തു. മാഷേ, അനുവിന്റെ മാലയുടെ കൊളുത്ത് വിളക്കാൻ വേണ്ടിട്ട് ഞാൻ പവിത്രന്റെ അടുത്ത് പോയി. വിളക്കിയ മാല തിരിച്ചു തന്നപ്പോ പവിത്രൻ എന്നോട് ശാന്തപ്പൻ ഉണ്ടാക്കിയ ഡ്യൂപ്ലിക്കേറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അതെ, ഇനിയും പവിത്രൻ അതിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിലേ ഞാൻ പോലീസിനെ വിളിക്കും കേട്ടോ. അറിയാലോ, വ്യാജ സ്വർണം ഉണ്ടാക്കുന്നതും വിൽക്കുന്നതും വലിയ കുറ്റമാണ്. ശരിയാ, ശാന്തപ്പൻ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. ഹാ, എനിക്ക് കുറച്ചധികം കാശ് തരികയും ചെയ്തു. ആഹാ. അന്ന് ശാന്തപ്പൻ എന്നോട് പറഞ്ഞത് ഒറിജിനൽ സ്വർണം ലോക്കറിൽ വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് അയാളുടെ ഭാര്യ കിട്ടിടക്കാനാണ്. ആ. അയ്യോ. അതുകൊണ്ടാ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി കൊടുത്തേ. അന്ന് എനിക്കൊരു സംശയം തോന്നിയിരുന്നു. പിന്നെ ശാന്തപ്പൻ ഇപ്പം മുതലാളിയല്ലേ, ഞാൻ വിശ്വസിച്ചു. ഇത്രയും മതി പവിത്ര. ഇനി ശാന്തപ്പൻ അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ ആയിരപ്പുറ വീട്ടുകാരെ പുത്തമ്പടക്കാരല്ല, കള്ള് വിറ്റ് കാശുണ്ടാക്കിയവരും അല്ല. പണ്ട് മുതലേ പവിത്രനൊക്കെ ഈ വീട്ടില് സ്വർണ്ണപ്പണി ചെയ്തോണ്ടിരിക്കുന്നവരാ, മനസ്സിലായോ? ഹാ, അതുകൊണ്ടാ ഈ സത്യം ഇപ്പൊ അറിയാൻ പറ്റിയത്. ഞങ്ങളെ പോലീസിനെ അറിയിക്കുന്നില്ല. അവരെ അറിയിച്ചാലും ആദ്യം കൊണ്ടുപോകുന്നത് ശാന്തപ്പനെ ആയിരിക്കും. ഒരിക്കലും ചാരുവിന്റെ വിവാഹ നിശ്ചയത്തിന് ചെറുക്കനായിട്ട് വന്ന ബാബുക്കുട്ടനെ ആ സമയത്ത് പോലീസ് കൊണ്ടുപോയതൊന്നും ഇവിടെ ആരും മറന്നിട്ടുണ്ടാവില്ല. അല്ലല്ല, കുറച്ചു മുമ്പ് ശാന്തപ്പ മോനാണ് എന്തോ പറഞ്ഞല്ലോ. താലി എടുത്തു കൊടുക്കണോന്നോ, കൈ പിടിച്ചു കൊടുക്കണോന്നോ, മണ്ഡപത്തിന്റെ മുമ്പിൽ നിക്കണോന്നോ ഒക്കെ. അല്ല, ഇനി മുതലാളി തന്നെ പറ. താലി എടുത്ത് കൊടുക്കുമ്പോഴേ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ എന്നൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? പറയുന്നേ. എന്റെ ഭർത്താവിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് എല്ലാവരുടെ മുമ്പിൽ കേമനായവനല്ലേ നീ? എന്തേ ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ വെച്ചൊന്ന് മാപ്പ് പറയണമെന്ന് തോന്നുന്നുണ്ടോ ശാന്തപ്പന്? മോളെ, നിന്റെ തീരുമാനം പൂർണ്ണമായിട്ടും ശരി തന്നെയാ. അത് അമ്മായിക്ക് നല്ല ബോധ്യമുണ്ട്. നിനക്ക് ഇവന്റെ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണത്തിന്റെ ഒരാവശ്യമില്ല. അങ്ങനെ ഈ സ്വർണം നീ നിന്റെ ദേഹത്തണിഞ്ഞ് നെറ്റിപ്പട്ടം കെട്ടി ആനെ പോലെ ചെന്ന് നിന്നങ്ങ് കൊടുക്ക്.